ഉറ്റുനോക്കിയ വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം കരസ്ഥമാക്കിയ കോൺഗ്രസ് ബി.ജെ.പിക്ക് ചരമക്കുറിപ്പ് എഴുതി കഴിഞ്ഞു. ജയിച്ചാൽ സുഗമമായി തലസ്ഥാനത്തെ കോർപ്പറേഷൻ ഭരിക്കാമെന്ന ചിന്തയിലായിരുന്നു ബി.ജെ.പി നിന്നത്. എന്നാൽ ഒന്നും സംഭവിച്ചില്ല. കോൺഗ്രസിന്റെ തേരോട്ടത്തിനു മുന്നിൽ ബി.ജെ.പിയും സി.പി.എമ്മും തകർന്നടിഞ്ഞു. ഇതോടെ തലസ്ഥാനത്ത് സുഗമമായി ഭരണമുറപ്പിക്കാമെന്ന ചിന്തയിൽ ബി.ജെ.പി ആഞ്ഞു പിടിച്ചെങ്കിലും കോൺഗ്രസ് ആ സ്വപ്നങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുകയാണ്. കെ.എച്ച്. സുധീർ ഖാനാണ് അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചിരിക്കുന്നത്. ഇതോടെ യു.ഡി.എഫിലെ കൗൺസിലർമാരുടെ എണ്ണം 20ലേക്ക് എത്തി. 2902 വോട്ട് നേടിയാണ് സുധീർ ഖാൻ വിജയിച്ചത്. തൊട്ടുപിന്നിലെത്തിയ സി.പി.എം സ്ഥാനാർത്ഥി നൌഷാദിന് 2819 വോട്ടാണ് ലഭിച്ചത്. ഇതോടെ 83 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അവിടെ യു.ഡി.എഫ് സ്ഥാനാർത്ഥി വിജയിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ബി.ജെ.പിക്ക് വേണ്ടി അവിടെ മത്സരിച്ചത് സർവശക്തിപുരം ബിനുവാണ്. ബി.ജെ.പിക്ക് 2437 വോട്ട് മാത്രമാണ് ഇവിടെ നേടാൻ സാധിച്ചത്. ഏറെക്കുറെ 500 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ബി.ജെ.പി പിന്നിലാക്കുവാൻ സാധിച്ചതും കോൺഗ്രസിന് വലിയ മൈലേജ് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. 2020 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വെറും 10 സീറ്റിൽ മാത്രമാണ് യു.ഡി.എഫിന് ജയിക്കാൻ സാധിച്ചതെങ്കിൽ ഇക്കുറി സീറ്റുകളുടെ എണ്ണം 20ലേക്ക് എത്തിക്കാൻ സാധിച്ചു. അതിൽ വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ വിജയം യു.ഡി.എഫ് എക്കാലവും ഓർമ്മിക്കും. ആകെ 9 പേരാണ് വിഴിഞ്ഞം ഉപതെരഞ്ഞെടുപ്പിൽ ജനവിധി തേടിയത്. സ്വതന്ത്രരായി ഹിസാൻ ഹുസൈനും അബ്ദുൾ റഷീദും മത്സരിച്ചു. ഇതിനു പുറമെ വിജയമൂർത്തി, മാഹിൻ എസ്, സമിൻ സത്യദാസ്, ഷാജഹാൻ എന്നിവരും ജനവിധി തേടിയിരുന്നു. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ്, യു.ഡി.എഫ് മുന്നണികളെ പിന്നിലാക്കി 50 സീറ്റിൽ വിജയം നേടിയ എൻ.ഡി.എ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുത്തിരുന്നു. എന്നാൽ കേവല ഭൂരിപക്ഷം 51-ലെത്തിച്ചാൽ എളുപ്പത്തിൽ ഭരിക്കാമെന്ന ചിന്തയിലാണ് ബി.ജെ.പി ഉപതെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഇറങ്ങിയത്. എന്നാൽ വിഴിഞ്ഞത്തെ വോട്ടർമാർ അതിന് അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിനെ വിജയിപ്പിച്ചാണ് ബി.ജെ.പിക്ക് മറുപടി നൽകിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരിച്ഛേദമായി ഈ പോരാട്ട വിജയത്തെ കാണാൻ സാധിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നുണ്ട്. നേരത്തെ വെറും 10 സീറ്റ് മാത്രമാണ് തലസ്ഥാനത്ത് യു.ഡി.എഫിനുണ്ടായിരുന്നത്. എന്നാൽ ഇക്കുറി കെ മുരളീധരനും ശബരിനാഥനും ഇറങ്ങി പോരാട്ടം നയിച്ചതോടെ സീറ്റുകളുടെ എണ്ണം 10ൽ നിന്ന് 20ലേക്ക് എത്തുകയായിരുന്നു. ഈ പോരാട്ടത്തിന് പിൻബലമായി കൊല്ലവും കൊച്ചിയും തൃശൂരും കണ്ണൂരും യു.ഡി.എഫ് പിടിച്ചെടുത്തു. കോഴിക്കോട് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയാണ് യു.ഡി.എഫ് കീഴടങ്ങിയത്. എന്തായാലും സ്ഥാനാർത്ഥികളുടെ മരണത്തെ തുടർന്ന് മാറ്റിവെച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം, മലപ്പുറം മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം, എറണാകുളം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ എന്നീ വാർഡുകളിലേക്കാണ് വോട്ടെണ്ണൽ നടന്നത്. ഇതിൽ വിഴിഞ്ഞവും പായിമ്പാടവും യു.ഡി.എഫ് പിടിച്ചെടുത്തപ്പോൾ എറണാകുളം ജില്ലയിലെ ഓണക്കൂർ വാർഡിൽ എൽ.ഡി.എഫ് വിജയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം സുഗമമാക്കാൻ ഒരു സീറ്റ് കൂടി ആവശ്യമുള്ള ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞത്തെ ഫലത്തിന് സംസ്ഥാന നേതൃത്വത്തിനോട് മറുപടി പറയണമെന്നത് ഉറപ്പാണ്. നിലവിൽ ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ 51 സീറ്റുകളുമായി ഭരണം നടത്തുന്ന ബി.ജെ.പിക്ക് വിഴിഞ്ഞത്ത് സർവശക്തിപുരം വിനു വിജയിച്ചാൽ സ്വന്തം നിലയിൽ കേവല ഭൂരിപക്ഷം വന്ന 51ലേക്ക് എത്താനാകുമെന്നായിരുന്നു പ്രതീക്ഷ. ജയിക്കുമെന്ന് സംസ്ഥാന നേതൃത്വത്തിന് ബി.ജെ.പി ഉറപ്പ് നൽകിയതാണ്. എന്നാൽ 2015-ൽ പിടിച്ചെടുത്ത സിറ്റിംഗ് സീറ്റ് എൻ നൌഷാദിലൂടെ നിലനിർത്താമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് എൽ.ഡി.എഫ് ഇറങ്ങിയത്. ഇടതുപാളയത്തിൽ ഉയർന്ന വിമത ഭീഷണി മറികടക്കാനാകുമോ എന്നതാണ് അവർ നേരിടുന്ന പ്രധാന വെല്ലുവിളി. എന്നാൽ കോൺഗ്രസ് തേരോട്ടത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ സി.പി.എമ്മിനും സാധിച്ചിട്ടില്ല. യൂത്ത് കോൺഗ്രസ് മുൻ ഭാരവാഹി വിമതനായി മത്സരിക്കുന്നത് യു.ഡി.എഫ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കുമോ എന്ന ആശങ്ക നേതൃത്വത്തിനുണ്ടായിരുന്നു. 9 സ്ഥാനാർത്ഥികൾ മാറ്റുരച്ച വിഴിഞ്ഞത്ത് 13,307 വോട്ടർമാരാണ് ഉണ്ടായിരുന്നത്.